Hi all, അപ്പോൾ ലെത്തലോജിക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് എമ്മയുടെ ഒരു ഫോണാണ് ഞാൻ ഇന്നിവിടെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നിവിടെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന ഫോൺ എമ്മയുടെ Redmi 9 Prime. ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. ഇതൊരു 11,000 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ്. പക്ഷേ എനിക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ 10,000 രൂപയ്ക്കാണ് കിട്ടിയത്. എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഓർഡർ ചെയ്തുകൊണ്ടാണ് ഇതെനിക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയത്. ഇതിൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം. ഓവറോൾ ഇത് ഒരു MediaTek Helio G80 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നത് 30 MP AI ക്വാഡ് ക്യാമറയാണ്. ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് അതിൻ്റെതായ പരിമിതികൾ ഈ ഫോൺ ഉണ്ടെങ്കിലും ഓവറോൾ ഇതൊരു നല്ലൊരു ഫോണായിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ റേറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു TPU കേസാണ്. ഇത് കമ്പനി മോഡലിനൊപ്പം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേസാണ് കമ്പനി മോഡലിൻ്റെ തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും ഈ കമ്പനി മോഡലിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഫോണാണ്. ഫോണിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. നോർമൽ ഒരു ചാർജർ ആണ് കമ്പനി മോഡലിനൊപ്പം തന്നിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം ഹെഡ്സെറ്റ് ഇല്ല. പിന്നെ MIക്കാർ പൊതുവെ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ഡാറ്റ കേബിളാണ് കമ്പനി മോഡലിനൊപ്പം തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിനി ഫോൺ ഒന്ന് അൺറാപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് Redmi 9 Prime. ഫസ്റ്റ് ലുക്ക് തന്നെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബാക്കാണ്. അതോടൊപ്പം പ്ലാസ്റ്റിക് ഫ്രെയിമിലാണ് ഈ മോഡൽ വന്നിരിക്കുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസ്സിലാണ് ഫ്രണ്ടും വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റിയാണ് പറയാനുള്ളത്. ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ് കമ്പനി ഈ മോഡലിനൊപ്പം യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 6.53 ഇഞ്ചസ് ആണ്. പിന്നെ റെസൊല്യൂഷൻ വരുന്നത് 1080x2540 പിക്സൽ റേറ്റ് ആണ്. ഇതൊരു ഗൊറില്ല ഗ്ലാസ് 3 ആണ് ഈ മോഡലിനൊപ്പം കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്മൂത്ത്നെസ് ഈ ഒരു ടച്ചിന് ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 5020 mAh ആണ് ഇതിൻ്റെ ബാറ്ററി പവർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. Android 10 ആണ് ഈ മോഡലിൻ്റെ ഒപ്പം കമ്പനി തരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് MediaTek Helio G80 ആണ്. ഇതിൻ്റെ വേരിയൻറ്റ് 4GB റാമും 64GB ഇൻറ്റേർണലുമാണ്. ഇതിന് മറ്റൊരു വേരിയൻ്റ് ഉണ്ട് 128GB ഇൻറ്റേർണലും 4GB റാം വരുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ക്വാഡ് ക്യാമാണ്. ഇതിൻ്റെ 13 MP വൈഡ് ക്യാമും 8 MP അൾട്രാ വൈഡ് പിന്നെ 5 MP മാക്രോ ക്യാമും 2 MP ഡെപ്ത് ക്യാമറയാണ് ഇതിൻ്റെ ബാക്ക് ക്യാം വരുന്നത്. പിന്നെ സെൽഫി ക്യാം വരുന്നത് 8 MP വൈഡ് ക്യാമാണ്. നമുക്കൊരു ഫോട്ടോ എടുത്ത് ഈ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ബഡ്ജറ്റിൽ ഈ മോഡൽ ഒരു പെർഫെക്റ്റ് മോഡൽ തന്നെയാണ്. നമുക്കൊരു 10K റേഞ്ചിൽ 4GB 64GB ഇൻറ്റേർണൽ കിട്ടുന്ന ഒരു മോഡലാണ്. അത് നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഫോണാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് ഫോർ ലെത്തലോജിക്ക. ഐ ആം സൈനിങ് ഓഫ്.